അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്ന ഭാഗം കാണാം. ഈ യോസഫ് തന്റെ ചെറുപ്രായത്തിൽ തന്റെ സഹോദരന്മാർക്ക് എതിരെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ അവർ അങ്ങനെ ചെയ്തത്? ഒന്നുമല്ല. യോസഫ് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് തന്റെ മാതാപിതാക്കളോട് തന്റെ സഹോദരന്മാരോട് പറയുമ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനത്തിൽ അവരെക്കാൾ വലിയൊരു പദവിയിലേക്ക് യോസഫ് മാറ്റപ്പെടുമെന്ന് തിരിച്ചറിയുന്ന സഹോദരങ്ങൾ, എന്നാൽ അതൊരിക്കലും നടക്കരുത് എന്ന് വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യോസഫിനെ സ്വപ്നം കാണിച്ചത് ദൈവമാകൊണ്ട് ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരിക്കലും വാക്ക് മാറുകയില്ല. ഈ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ യോസഫിനെ കാണിച്ച ദർശനത്തിന്റെ നിവർത്തീകരണം ഈ ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.